ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ ഇവിടുന്ന് ദഹർ വില്ലേജിലേക്കാണ് കടന്നു പോകുന്നത്. വൈകുന്നേരം വരെ അവിടെ മീറ്റിംഗ് ഉണ്ട്. അവിടെ ഒരു ചെറിയ പുതിയ പ്രവർത്തനം കാണാനാണ് പോകുന്നത്. അവിടെ നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേവദാസൻ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ ഒരു പുതിയ പ്രവർത്തനത്തെ ഏറ്റെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു വില്ലേജിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം ഒരു 3-4 ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ആ 3 പ്രവർത്തനങ്ങളെയും ഏറ്റെടുക്കണമെന്ന് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. ഇവിടുത്തെ വില്ലേജിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാനില്ല. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ താലന്തുകളെയും നമ്മൾ കൃത്യമായിട്ടും അത് ഉപയോഗിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. ദൈവം നമ്മോട് അതേ ചോദിക്കത്തുള്ളൂ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിച്ചുവോ? അല്ലാതെ ഇവിടെ നമ്മൾ എന്ത് നേടി, ഇവിടെ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം, ഇവിടെ ബംഗ്ലാവോ കാറോ മണിമാളികയോ ഇതൊന്നും അല്ല വിഷയം. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ദൈവം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പുറപ്പെട്ടു പോയോ? എന്നോട് ദൈവം പറയുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും പോകുന്നതും ആ ദൈവശബ്ദം കേട്ട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. പ്രത്യേകിച്ച് ഞാനൊരു BSNL ഉദ്യോഗസ്ഥനായിരുന്നു. നല്ലൊരു മാസശമ്പളത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അത് എന്നെ അറിയുന്ന സകല ദൈവദാസന്മാർക്കും സഭകൾക്കും എൻ്റെ ദേശത്തിലുള്ള സകല ജനതകൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് കിട്ടിയ ദർശനം, ആ ദർശനത്തെയാണ് ഞാൻ എന്ത് ചെയ്തത്, വ്യാപാരം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ആരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പൈസ കൈപ്പറ്റിയിട്ടല്ല. അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാനിങ്ങനെ വടക്കേന്ത്യൻ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് സഹായിക്കണം എന്ന് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അവർക്ക് ഇഷ്ടം തോന്നി അവർ ചെയ്തു തരുന്നതിന് ഞാൻ തടസ്സപ്പെടുത്താറുമില്ല. കാരണം ആ പൈസ മുഴുവനുമായി ഞാൻ ഇവിടെ തന്നെ ചിലവാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിലാണ് കണക്ക് ബോധിപ്പിക്കേണ്ട, മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അക്കൗണ്ടുകളെല്ലാം വളരെ സുതാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ മറ്റുള്ളവരെ പോലെ എനിക്കാകാൻ പറ്റത്തില്ല. ഞാനായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, ഞാനായിട്ടാണ് സുവിശേഷ വേല ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടുകളിലെല്ലാം വളരെ സുതാര്യമായ രീതിയിലുള്ള 1000-2000 രൂപയ്ക്ക് ബാലൻസ് ഉള്ളൂ. അല്ലാതെ എൻ്റെ ബാങ്കിലൊന്നും ലക്ഷക്കണക്കിന് രൂപയില്ല. അതുകൊണ്ട് എനിക്ക് മടിയിൽ കനവുമില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യവും ഇല്ല. ഞാൻ ആരെയും ഇന്ന് വരെ ഉപദ്രവിക്കുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ ശുശ്രൂഷയിൽ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരെയും, എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിനൊത്തവണ്ണം അവരവരുടെ ശുശ്രൂഷകൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം. അതാരും ആയിക്കോട്ടെ. ചിലപ്പം ദൈവം കൊടുത്തിരിക്കുന്ന താലന്ത് അവർ വ്യാപാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, ഈ ദേശങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, പഞ്ചാബിൻ്റെ ഓരോ പ്രദേശങ്ങളും നിങ്ങൾ കണ്ട് ഈ ദേശത്തിൽ നമ്മെപ്പോലെ യേശുവിനെ അറിയാൻ ഒത്തിരി പേര് ഈ ലോകത്ത് ഈ ദേശത്തൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമുക്ക് നേടണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എപ്പോഴും നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വിടുന്ന അനാവശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയാതെ ഒക്കെ എടുത്ത് പറയുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മളും നമ്മുടെ തലമുറകളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്കായിരിക്കാം, പക്ഷെ ദൈവം അത് നീതിയോടെ വിധിക്കും. ആ വിധി കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അന്ന് ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു പദം ആ ദൈവദാസനെതിരെ, ആ സഭയ്ക്കെതിരെ, ആ കുടുംബത്തിനെതിരെ, അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് നിങ്ങൾ അപ്പോൾ ഓർമ്മിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒരു നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആർക്കും ഒരു തിന്മ ചെയ്യരുത്. ഈ വരണ്ട് കിടക്കുന്ന കണ്ടോ, ഈ ദേശങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഇവിടുത്തെ ഓരോ ജനവും അനുഗ്രഹിക്കപ്പെടണം. ഇവിടുത്തെ ഓരോ സഭകളും അനുഗ്രഹിക്കപ്പെടണം. പഞ്ചാബിലെ ഓൾ ചർച്ചസ് ഈസ് ബ്ലെസ്സിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കടന്നു പോകുന്ന വില്ലേജ് ഇനി പോയിട്ട് വൈകുന്നേരമേ വരുള്ളൂ. കൊടും ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടിലാണ് സുവിശേഷം അറിയിക്കാൻ പോകുന്നത്.
സംഭവം. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വെളിയിൽ ഇറങ്ങി നിന്നാൽ അവൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ശരീരം മുഴുവനും വേർത്തൊലിക്കും. അപ്പോൾ അത്രയും വളരെ കഠിനമായ ചൂടിൻ്റെ നടുവിലാണ് ഇനി 6-7 ഗ്രാമങ്ങൾ താണ്ടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം താണ്ടി രാത്രി വരുമ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ ആകും. പിന്നെ വന്ന് തളർന്ന് കിടന്നിട്ട് വീണ്ടും രാവിലെ എണീറ്റ് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാർ, ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ, നിങ്ങൾ ഓരോരുത്തരും വിമർശന ബുദ്ധിയോടുകൂടെ ഒരു കാര്യവും ചെയ്യാതെ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആരുമായിക്കോട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് സുവിശേഷ വേലയിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ, എന്നെ പോലെ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ല വാക്ക്, എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടൊരു നല്ല വാക്ക്, ഗോഡ് ബ്ലസ് യു പാസ്റ്റർ, അല്ലെങ്കിൽ ഗോഡ് ബ്ലസ് യു ബ്രദർ, അല്ലെങ്കിൽ ഗോഡ് ബ്ലസ് യു എന്ത് വേണം നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ സഹോദരനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടപ്പറപ്പിനെ പോലെ നിങ്ങൾക്ക് എന്ത് വേണ്ടോ. ഈ റോഡുകളിൽ കൂടെയൊക്കെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങ് അറ്റം വരെ പോകണം. ഈ പൊടിയും ഈ റോഡുകളും കണ്ടോ, ഇതെല്ലാം താണ്ടിയാണ് ഒരു സ്ഥലത്തെത്തുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ഏതെങ്കിലും ഒരു ഗ്രാമമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിതെടുക്കാം. അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സകല അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ ദേശങ്ങൾക്കും ഗ്രാമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മൈ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. Sam, hallelujah. Praise the Lord. Hallelujah. बोलो यीशु मसीह की, ये बोलो यीशु मसीह की, जय मसीह की, जय मसीह. Hallelujah. 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 ഈ കുഞ്ഞിന്റെ മുഖം കണ്ട് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം സുവിശേഷത്തിന്റെ വേരെത്രത്തോളം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്തോത്രം. ഇവനൊരു പാസ്റ്ററായി മാറും. പാസ്റ്റർ സാമുവൽ. ഹല്ലേലൂയ. Hallelujah. Praise the Lord.